അല്ലേ? നേരം പോക്ക്. ആ സമയത്താണ് വേണ്ടാത്ത എല്ലാ ചിന്തകളും കടന്നു വരുന്നത്. ഈ നേരം പോക്കിന് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെ യെസ് ഫസിൽ എക്സാക്ട്ലി സ്പെയർ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ സ്പെയർ ടൈമാണ് എല്ലാവരും നഷ്ടപ്പെടുത്തി കളയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത ഈ സ്പെയർ ടൈമാണ്. ഈ സ്പെയർ ടൈമിൽ എന്താ ഈ സ്പെയർ ടൈം നമ്മൾ പറ ബേബി. ഒന്ന് കേട്ടില്ല. അതായത് പുള്ളി പറഞ്ഞത് മറ്റു പല കാര്യങ്ങളിലും ആളുകൾ മുഴുക്കിയിടുന്നുണ്ട്, അങ്ങനെ സ്പെയർ ടൈം പോലും കൊടുക്കുന്നില്ല. ശരിക്കും അത് 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 തന്നെയാണ് അവർ വിരിച്ചിരിക്കുന്ന ഒരു വല, ട്രാപ്പ്, ചെലന്തി വല വിരിച്ചിരിക്കുക. അത് വീട് പോകുന്നുണ്ട് മനുഷ്യൻ. ശരിക്കും സ്കൂളുകളിലൊക്കെ ഈ ഹോബീസ് ഡിക്ലെയർ ചെയ്യണമല്ലോ നമ്മളെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ സ്പെയർ ടൈമിൽ എന്ത് ചെയ്യാന്നുള്ള അതുപോലും ഇങ്ങനെ ഒരു സിലബസ് രീതിയിൽ കൊണ്ടുവന്നേക്കുവാണല്ലോ. ഇപ്പൊ നമ്മള് റീകണക്ട് ചെയ്യുമ്പോ നമുക്ക് തോന്നുന്നതാണ് ഹോബീസ് ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളെ ആലോചിക്കണേ എന്ത് ഹോബീസാണ് ഇതിൽ എഴുതുക. അപ്പൊ പിള്ളേര് അത് വെച്ചേക്കുവാണല്ലോ. എന്റർടൈൻമെന്റ് വേൾഡ് എന്ന് പറയുന്നത് കുറെ പേര് മ്യൂസിക്കിലും വഴി കിടക്കും, കുറെ പേര് സിനിമാ മേഖലയും വഴി കിടക്കും, കുറെ പേര് IPL ട്രോഫിയിൽ കിടക്കും, അത് കഴിയുമ്പോൾ ക്രിക്കറ്റ് മാച്ച് കിടക്കും, അത് കഴിയുമ്പോൾ ഫുട്ബോൾ മാച്ച് കിടക്കും, സ്പോർട്സിലും വഴി കിടക്കും. ഇങ്ങനെ മനുഷ്യനെ അവന്റെ എന്റർടൈൻമെന്റും എന്താ പറയാ ആ നൈമിഷികമായ വികാരങ്ങളിൽ ഇങ്ങനെ കുടുക്കിയിടുന്നുണ്ട്. ഇതെല്ലാം വേണ്ടെന്നല്ല, പക്ഷേ ഇതെല്ലാം എൻഗേജ് ആക്കി നിർത്താനുള്ള അവിടെ സ്പെയർ ടൈം ഇല്ലാന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തുമ്പോഴല്ലേ സമയം കിട്ടുള്ളൂ. നമുക്ക് ഞാൻ പറയുന്നത് ശക്തി സംഭരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം. നാടോട് വേണ്ടാത്ത വാർത്തകളും കണ്ട് മീഡിയയുടെ കുറെ അറ്റൻഷൻ, കുറെ പേര് വാർത്ത ജീവിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ഇതിനൊക്കെയാണ് ആളുകൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സ്പെയർ ടൈം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ടാണ് സൊസൈറ്റിയിൽ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങൾ, ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായിട്ട് സ്വയം കണ്ടെത്തുന്നില്ല. മനുഷ്യന്റെ സമയം പോലും മറ്റുള്ളവരെ തീരുമാനിക്കണം. അവനവന്റെ സമയം പോലും അവനവനെ തീരുമാനിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവനവന് സംഭവിച്ചിട്ട്. അതെ. ഈ സ്പെയർ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇവിടെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ്സും വേറുള്ള കാര്യങ്ങളുടെ ആൾക്കാരെ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. ഈ സ്പെയർ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആൾക്കാരെ പല കാര്യത്തിൽ ഇൻവോൾവ് ആക്കി. ഇങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഓർഗനൈസേഷൻസും ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി. കാരണം ഈ സ്പെയർ ടൈം എടുത്തിട്ടാണ് ആൾക്കാരെ കൊണ്ട് പല വെഞ്ചേഴ്സ്, പല ഓർഗനൈസേഷൻസ്, ഗ്രൂപ്പുകൾ ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ സ്പെയർ ടൈം വെച്ചിട്ടാണ്. ഈ സിനിമ ഫീൽഡ് അല്ലെ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡ് ഇതെല്ലാം ഈ സ്പെയർ ടൈമിൽ ആൾക്കാരെ എൻഗേജ്ഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് പറ്റുന്ന കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഈ സ്പെയർ ടൈമിലാണ് നമ്മുടെ സൂപ്പർ ഇൻ്റലിജൻസുമായിട്ട് നമ്മൾ കണക്റ്റ് ആകുന്നത്. നമ്മുടെ സൂപ്പർ ഇൻ്റലിജൻസുമായിട്ട് കണക്റ്റ് ആകുന്ന സമയമാണ് ഈ സ്പെയർ ടൈം. സ്പെയർ ടൈം നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഡെയിലി ലൈഫിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി നമുക്ക് ചിന്തയില്ല, വളരെ സമാധാനത്തിലിരിക്കുകയാണ്. അതിന് വളരെ സമാധാനത്തിലിരിക്കുന്ന വ്യക്തിക്ക് മാത്രമേ ഈ സ്പെയർ ടൈമിനാണ് ഇവിടെ നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് പരത്തിയിരിക്കുന്നത്. ഈ മെഡിറ്റേഷൻ നമ്മൾ നാച്ചുറലി ഉള്ളതാണ്. ആ മെഡിറ്റേറ്റീവ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ളതാണ് മനുഷ്യന്. അതല്ലാണ്ട് മനുഷ്യനെ ആരും പഠിപ്പിക്കുന്നതല്ല മെഡിറ്റേഷനൊന്നും. അത് മനുഷ്യന് ജന്മനാ ഉള്ളതാണ്. എന്നുവെച്ചാൽ നമ്മുടെ ജീവൻ്റെ ഭാഗത്ത് നമ്മൾ വൃത്തിയായിട്ട് തുടരുമ്പോൾ ആ ഒരു ധ്യാനാവസ്ഥ നമ്മളിൽ ഉണരും. ഈ ധ്യാനാവസ്ഥ കൊണ്ട് നമ്മൾക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ തരണം ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മളിൽ നിന്ന് ആക്ടിവേറ്റഡ് ആകുന്നത്. നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഓരോ വിഷയങ്ങളെയും ശരീരം തന്നെത്താൻ ഡിഫൈൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതുവഴി കിട്ടുന്നത്. നമ്മൾ ഈ പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് പലതിനെയും അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെല്ലാം അഭിമുഖീകരിക്കണമോ
അതിനെ എല്ലാത്തിനെയും പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയാണ് ഈ സ്പെയർ ടൈമിൽ നമ്മളിൽ ആക്ടിവേറ്റഡ് ആകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നമുക്ക് കോൺഫ്ലിക്റ്റ് ഇല്ല, ഒരു കാരണവശാലും ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദൈനംദിന ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ അതും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഇങ്ങനെയാണ് ഒരു വ്യക്തി പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആകുന്നത്, ഒരു വ്യക്തി വിദ്യാസമ്പന്നനാകുന്നത് ഇങ്ങനെയാണ്. അതല്ലാണ്ട് നമ്മൾ കംപ്ലീറ്റ് പുസ്തകം വായിച്ച് അറിവ്, ഈ പുസ്തകം വായിച്ച് അറിവ് നേടുക എന്ന് പറയുന്നത് ഈ സ്പെയർ ടൈമിനെയാണ് കൊല്ലുന്നത്. ഈ സ്പെയർ ടൈം മുഴുവനും ഇയാൾ ഒരു വ്യക്തി പുസ്തകം വായിച്ച് അറിവുള്ളവനാണ്. അങ്ങനെ അറിവുള്ളവനായി വരുമ്പോൾ എന്തും സമൂഹത്തിൽ ഈ സ്പെയർ ടൈം പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്ത ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറും. നമ്മുടെ നേതാക്കന്മാരും ഇവരൊക്കെ ഈ സ്പെയർ ടൈമിൽ എന്താ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ബിഹേവിയർ പാറ്റേണൊക്കെ പഠിച്ചിട്ട് അവരെ നിയന്ത്രിക്കാൻ തുടങ്ങും. പല കലാകാരന്മാരും ഇവരെല്ലാം ഈ സ്പെയർ ടൈമാണ് ഇവരെടുത്ത് വേറെ ചില അഭ്യാസങ്ങളിലോട്ട് തിരിയുന്നത്. ഈ വേറെ അഭ്യാസത്തിലോട്ട് തിരിഞ്ഞവർ മറ്റുള്ളവരെ ആകർഷിക്കാൻ തുടങ്ങും. അങ്ങനെ ഈ ആകർഷണത്തിനകത്ത് ബാക്കിയുള്ളവരെല്ലാവരും പെടും. ഇത് എല്ലാവർക്കും ഒരു ഗുരുക്കായിട്ട് മാറുകയാണ്. അങ്ങനെ സ്പെയർ ടൈം എടുത്താണ് ചില ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഇവരെടുക്കുന്നത്, ചില ടെക്നോളജികളൊക്കെ എടുക്കുന്നത്, സ്കില്ലുകളൊക്കെ ഇവരെടുക്കുന്നത്. ആർക്കും ചെയ്യാൻ പറ്റാതെ കുറേ നേരം ഇരുന്ന് അഭ്യസിച്ച് ഏത് ടൈമിലാണ് ഈ സ്പെയർ ടൈമിലായിരുന്നു അഭ്യസിക്കുന്നത്. ഈ സ്പെയർ ടൈം കൊണ്ട് അഭ്യസിച്ച് ഒരുപാട് സ്കില്ലുകൾ ഇവർ നേടും. കംപ്ലീറ്റ് കാര്യങ്ങൾ റിപ്പീറ്റേഷൻ, സ്കില്ല് കംപ്ലീറ്റ് റീപ്രൊഡക്ഷൻ്റെ ഭാഗമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ശരിയായിട്ടുള്ള എൻഹാൻസ്മെന്റ് നടക്കത്തില്ല, റിയൽ കപ്പാസിറ്റി ഒരിക്കലും ടച്ച് ചെയ്യത്തില്ല. ഇതാണ് അവിടുന്നാണ് പ്രവർത്തനത്തെക്കാൾ കൂടുതൽ മൈൻഡ് കൺട്രോൾ ചെയ്യുന്ന ഭാഗത്തേക്ക്. കാരണം എല്ലാം റിപ്പീറ്റേഷൻ അല്ലേ. അതുകൊണ്ട് എന്തെങ്കിലും മാറ്റി എന്തെങ്കിലും പറഞ്ഞാൽ ഈ സോഷ്യൽ അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം റിപ്പീറ്റേഷൻ ആണ്. അതുകൊണ്ട് സമൂഹം പഠിപ്പിച്ച സദാചാരം എന്ന് സ്ട്രോങ് ആയിട്ട് പറയുന്നത് അതുകൊണ്ടാണ്. പറയൂ. എക്സാക്ട്ലി, തീർച്ചയായും തീർച്ചയായും. അതെ വിശ്വാസം എല്ലാം ഈ വിശ്വാസം എന്ന് പറയാം. ഈ സ്പെയർ ടൈം യൂട്ടിലൈസ് ചെയ്യാത്ത തീർച്ചയായും തീർച്ചയായിട്ടും. അതായത് വിശ്വാസം കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ഈ സ്പെയർ ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഒരുപാട് സങ്കല്പം വരികയും, അവിടെ എന്താണ് സങ്കല്പങ്ങളാണ് വരുന്നത്. ഈ വ്യക്തി തന്നെ ഈ വ്യക്തിയുടെ സങ്കല്പത്തെ ആരാധിക്കാൻ തുടങ്ങി. ഈ വ്യക്തിയുടെ സങ്കല്പമാണ് ഈ മതങ്ങളും മറ്റുള്ള ദൈവങ്ങളും ശക്തികളെല്ലാം. അത് ഈ സ്പെയർ ടൈം ഇയാൾക്ക് വ്യക്തിക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒട്ടനവധി സങ്കല്പങ്ങൾ കടന്നു വരും. ഈ സങ്കല്പത്തിൽ നിന്നാണ് ഈ വ്യക്തിയുടെ ഭാഗത്തോട്ട് ഈ വിശ്വാസം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത്. മറ്റുള്ളവർ നമ്മളെ സ്വാധീനിക്കുന്നു, നമ്മളെ പറ്റിക്കുന്നു, വഞ്ചിക്കുന്നു, ചതിക്കുന്നു. കാരണം എന്താണ്? ഈ സ്പെയർ ടൈം നമ്മൾക്ക് നമ്മളുടെ അനുഭവത്തിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ ഒരുപാട് സങ്കല്പങ്ങൾ കടന്നു വരും. ഈ സങ്കല്പങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോകുമ്പോൾ നിയന്ത്രിക്കാൻ പറ്റുന്ന ആൾക്കാർ വരും. അത് അവരുടെ ലക്ഷണം ചിലപ്പോൾ ഒരു മോട്ടിവേഷണൽ ടോക്കറായിട്ടായിരിക്കും, ചിലപ്പോഴൊരു നേതാവായിട്ടായിരിക്കും, ചിലപ്പോൾ മതത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും, ഭാര്യ ഭർത്താവെന്നോ അല്ലെങ്കിൽ ബിസിനസ് മോഡെന്നോ എന്തെങ്കിലും മോഡലിൽ വരും. അവർ നമ്മളെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. അവരും പെടും, നമ്മളും പെടും. പക്ഷേ മനുഷ്യൻ്റെ സഹജപ്രകാരം ഈ സ്പെയർ ടൈം അവനവൻ്റെ ധ്യാനത്തിനുള്ളതാണ്. ഈ ധ്യാനം എന്ന് പറയുമ്പോൾ അവൻ്റെ ആന്തരിക വ്യവസ്ഥയുമായിട്ട് നിശബ്ദമായിട്ട് അവൻ സഹകരിച്ച് തിരിച്ചറിയാനുള്ളതാണ്. കാരണം അവിടെയാണ് പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കാനുള്ള സമ്പത്ത് കിട്ടുന്നത്. ഈ സമ്പത്താണ് അവൻ്റെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് ആധാരമായിട്ട് വരുന്നത്. അത് കാശല്ല നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിന് ആധാരമായിട്ട് വരേണ്ടത്. പക്ഷേ നിർഭാഗ്യവശാൽ കാശും അറിവുമായി പോയി. പഠിച്ചെടുത്ത അറിവ്
കൊണ്ട് ഇവൻ്റെ സവിശേഷതയെ തടസ്സപ്പെടുത്തി കളഞ്ഞു. ഒരു വ്യക്തിയുടെ ജീവിതം, ഏതൊരു മനുഷ്യനും, എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റുന്നതാണ്. എല്ലാ മനുഷ്യർക്കും, ആർക്കും ജീവിതത്തിൻ്റെ ഭാഗത്ത് യാതൊരു ബുദ്ധിമുട്ടും സാധ്യമല്ല. ഒരു ബുദ്ധിമുട്ടും സാധ്യമല്ല. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ ജന്മന എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ ആ വൈകല്യങ്ങൾ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലോട്ട് ഈ സ്പെയർ ടൈം യൂട്ടിലൈസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെയുള്ള വൈകല്യങ്ങൾ തീർച്ചയായിട്ടും അതിനെ അതിജീവിക്കാനുള്ള സർവ്വവിദ്യകളും വരും. ഒരു സംശയമില്ലാതെ വരും. അതാണ് മനുഷ്യൻ്റെ പ്രത്യേകത. അതാണ് ഇത് അസാധ്യമായിട്ടുള്ളൊരു കഴിവാണ്. കാരണം ശരീരം അങ്ങനെയാണ്. ശരീരത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ സവിശേഷത അപ്രകാരമാണ്. ഒരിക്കലും ഒരു വ്യക്തി നശിക്കാനുള്ള യാതൊരു സംവിധാനവും നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരിക പ്രവർത്തനത്തിലില്ല. കാരണം നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു, നമ്മുടെ നട്ടെല്ല് നിവർന്ന് നിൽക്കുന്നു. ആ നിവർന്ന് നിൽക്കുന്ന നട്ടെല്ല് സൂചിപ്പിക്കുന്നത് നമ്മൾ നേരെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ നിവർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അത് കുഴഞ്ഞ് വീഴാൻ വേണ്ടിയിട്ടല്ല. ആ നിവർന്ന് നിൽക്കുമ്പോൾ കൂടുതൽ ആകാശമായിട്ടുള്ള ബന്ധമാണ് നമുക്ക് വരുന്നത്. ഈ ആകാശമായിട്ടുള്ള, ഈ ശൂന്യതയുമായിട്ടുള്ള ബന്ധമാണ് ഈ സ്പെയർ ടൈമിൽ നമ്മൾ കൂടുതൽ കണക്റ്റ് ആകുന്നത്, ആകേണ്ടത്. പക്ഷെ ഇപ്പൊ ഗ്രാവിറ്റി ആയിട്ട് പിന്നെയും കണക്ട്. അതെ. ഇപ്പൊ സ്പെയർ ടൈം എടുത്തിട്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിന്റെ ദുരന്തങ്ങളും ദുഃഖങ്ങളും, ദൈനംദിന ജീവിതത്തിൽ എങ്ങും ദുരന്തമില്ല, ദുഃഖവുമില്ല. കാരണം ഭക്ഷണം തേടുക, പാർപ്പിടം വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, വളരെ ബേസിക് നീഡ്സ് വളരെ കംഫോർട്ടബിളായിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്നതാണ് ഈ പറയുന്ന സ്പെയർ ടൈം. അപ്പോൾ ഈ സ്പെയർ ടൈമിൽ ഒരു കാരണവശാലും നമുക്ക് ഒരു പ്രശ്നവുമില്ല. അത് വളരെ സ്വതന്ത്രമായിട്ട്, സ്വകാര്യമായിട്ട്, അവിടെ വേറെ ഒരു ചിന്തയും കടന്നു വരേണ്ട കാര്യമില്ല. കാരണം ദൈനംദിന ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ പറയുന്ന സ്വകാര്യ സമയം. ഈ സ്വകാര്യ സമയത്തിൽ എല്ലാ വ്യക്തികളുടെയും സ്വകാര്യ സമയത്തിലാണ് ആ വ്യക്തിയുമായിട്ട് കൂടുതൽ അടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വകാര്യമല്ലാത്ത നമ്മൾ സാമൂഹിക സമയത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, സമൂഹമായിട്ട് ഇടപെടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും വൃത്തിയായിട്ടും സത്യസന്ധമായിട്ട് ചെയ്താൽ മാത്രമേ ഈ സ്വകാര്യ സമയത്തിൽ നമുക്ക് നിലനിന്ന് തുടരാൻ പറ്റത്തുള്ളൂ. പറയും. ഈ സ്വകാര്യ സമയത്ത് നമ്മളിപ്പോ പറഞ്ഞ പോലെ സ്പെയർ ടൈം മനുഷ്യനെ കണ്ടെത്താൻ കഴിയുന്നില്ല. പറയുന്നത് 24 മണിക്കൂറും എനിക്ക് സമയം കിട്ടുന്നില്ല, അതും കഴിഞ്ഞ് എനിക്ക് പണിയെടുത്തിരുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഒരു കെട്ടിലാണ് എല്ലാവരും കിടക്കണം. എല്ലാവരും ലോക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. താക്കോലും പൂട്ടിക്കൊണ്ട് പോയിരിക്കുക, വേറെ ആൾക്കാർ കൊണ്ടുപോയിരിക്കുക. താക്കോല് പിടിച്ച് വാങ്ങി തുറക്കണം, തുറന്ന് ഓപ്പൺ ആക്കി വിടണം. ജയിലാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ മനുഷ്യൻ കിടക്കണേ, അറിയുന്നില്ല അത് ലോക്കാണെന്നുള്ളത്. അപ്പൊ പിന്നെ എങ്ങനെ അവർ തിരിച്ചറിയും ഈ സ്വകാര്യ നിമിഷം? നമ്മൾ തിരിച്ചറിഞ്ഞവർക്കൊക്കെ മനസ്സിലാവും. ഈ തിരിച്ചറിയാത്ത ബഹുഭൂരിപക്ഷം ആൾക്കാരും എന്താ പറയാ, ഈ പല ട്രാപ്പ്, ചലന്തി വല പോലത്തെ വിവിധ ട്രാപ്പുകളിൽ പെട്ട് കിടക്കാം. അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് വേൾഡ്, അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ വേൾഡ്, അല്ലെങ്കിൽ മ്യൂസിക് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സ്പോർട്സ് ഇൻഡസ്ട്രി, അല്ലെങ്കിൽ മതത്തിന്റെ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ പൊളിറ്റിക്സിന്റെ ഇൻഡസ്ട്രി, ഇങ്ങനെ വിവിധ ഇൻഡസ്ട്രികളിൽ ആളുകൾ ഇങ്ങനെ പുഴുക്കളെ പോലെ വിചാരിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് കിട്ടണില്ല, സമയമേ ഇല്ലെന്ന് പറയുന്നത് ഈ കാരണം. അതെ. ചിന്തിക്കാൻ പറ്റില്ല, ഓർക്കാൻ പറ്റില്ല. പഴയ കാര്യങ്ങളൊക്കെ മറന്നുപോയെന്നാ പറഞ്ഞത്. അത് മറന്നുപോയത് അനുഗ്രഹമല്ലേ? മറന്നു പോയിട്ടുണ്ടെങ്കിൽ പഴയ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞ്, അതിൻ്റെ ആവശ്യമില്ല, കഴിഞ്ഞുപോയി അതൊക്കെ. ഇപ്പോൾ ഈ നിലനിൽക്കുന്ന അവസ്ഥയിൽ കൃത്യമായിട്ട് തുടരാവുന്നതിന് പകരം നമ്മൾ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് സമയം, എന്തുകൊണ്ടാണ് ഈ പഴയ കാര്യങ്ങൾ ചിന്തിച്ച് ആസ്വദിക്കാൻ നോക്കുകയാണ്, അതിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താൻ നോക്കുകയാണ്. കാരണം ഈ സ്പെയർ ടൈം, ഈ ശൂന്യത, പരിപൂർണമായിട്ടുള്ള ഈ ശൂന്യതയുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സത്യസന്ധമായിട്ട് ചെയ്യണം. ഇവിടെയാണ് ഇതിനകത്ത് സത്യസന്ധത ഒരു വ്യക്തിയുടേത് മാത്രമാകുന്നത്. അപ്പോഴാണ് ഒരു വ്യക്തി സത്യസന്ധത എത്രത്തോളം ആഗ്രഹിക്കും. ഒരു വ്യക്തി സത്യസന്ധത തീർച്ചയായിട്ടും അടിവരയിട്ട് ആഗ്രഹിക്കും. കാരണം എന്താണ്? കാരണം അവൻ്റെ ജീവിതം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കള്ളത്തരമോ ഒരു നുണയോ കപടതയോ വഞ്ചനയോ ചതിയോ ചെയ്താൽ ഈ സ്പെയർ ടൈം കിട്ടത്തില്ല, അവന് കിട്ടത്തില്ല. ഇന്ന് ആൾക്കാർക്ക് എന്താണ്, ഇങ്ങനൊരു സ്പെയർ ടൈമിനെ പറ്റി അറിയത്തില്ല. അതുകൊണ്ട് പറ്റിച്ചും വഞ്ചിച്ചും ചതിച്ചും ആരെയൊക്കെ എന്ത് രീതിയിൽ ദ്രോഹിച്ചാലും അത് എന്ത് വരാനാണ്? കാരണം ഇവിടെ എല്ലാവരും ഈ രീതിയിലാണ്. പറയും. മാത്രമല്ല, മറ്റു മേഖലയിൽ എൻഗേജ് ചെയ്യുന്നിടത്താണ് ഈ ഭരണകൂടം വിജയിച്ചിരിക്കുന്നത്. ഭരണകൂടം നിങ്ങൾ നിയന്ത്രിക്കുന്ന അധികാരി സമൂഹം വിജയിച്ചിരിക്കുന്ന അവർ
ഇവരെല്ലാം മയക്കി ഉറക്കി കിടത്തിയാൽ കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഗ്രൗണ്ട് ഓപ്പണാ. റെഫറി ഇല്ലാത്ത പ്ലേ ഗ്രൗണ്ട് ആളുകൾ കളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇതാണ് ഇത്. റെഫറി വന്നു കഴിഞ്ഞാല് ചോദ്യം ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും, അത് പ്രതിബിംബങ്ങൾ ഉണ്ടാകും. അപ്പം കൊള്ളേണ്ടടുത്ത് കൊള്ളും, തട്ടേണ്ടടുത്ത് തട്ടും. ഇത് വരാതിരിക്കാൻ ഇങ്ങനെ ഈ പറഞ്ഞ സാധനത്തിനൊക്കെ പൊക്കി ഒരു IPL കഴിഞ്ഞ് ഉടനെ അടുത്ത ക്രിക്കറ്റ് മാച്ച്, അല്ലെങ്കിൽ അടുത്ത ഉത്സവം, അല്ലെങ്കിൽ മറ്റൊന്ന്, ഇങ്ങനെ മനുഷ്യനായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിഞ്ഞ് ഉത്സവങ്ങളിൽ നിന്നൊക്കെ ആളുകളൊക്കെ ഒന്ന് മാറി. ഞാൻ പറയുന്ന ക്ഷേത്രത്തിൽ പള്ളിയിൽ ചർച്ചിലൊന്നും പോകാൻ ഒരു കാര്യമില്ല. ഇവിടെ ഒന്നുമില്ല. അവിടെയൊക്കെ ആളുകളുടെ സമയങ്ങളെ കൊല്ലുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആചാര അനുഷ്ഠാനങ്ങളിൽ കേവലം. അല്ലെങ്കിൽ നോക്കൂ, ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അവന്റെ ഏതെങ്കിലും പ്രശ്നം സോൾവ് ആവുന്നുണ്ടോ? ഈ പോണവരടുത്ത് എന്നാണ് ചോദിക്കുന്നത്. സോൾവ് ആവുന്നതെല്ലാം വീണ്ടും ദുരിതത്തിലേക്കാണ് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ പണി കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് തോന്നുന്നത്. നേരത്തേക്കാൾ ജീവിതം കുറച്ചുകൂടെ ദുസ്സഹമായിട്ടുണ്ടാവും. മനസ്സംഘർഷം, ഞാൻ ചോദിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ പിന്നെ കംപ്ലൈന്റ് ബസ്സിലായി, പിന്നെ കരച്ചിലും കഴിച്ചിലും അവിടെ പോയിട്ട് ദൈവത്തിന്റെ അവിടെ പോയിട്ടാണ് ഉള്ള എല്ലാ സർവ്വ വേണ്ടത് എല്ലാം കൊണ്ടിറക്കണം. അവിടെ എല്ലാം ഇരിക്കുകയാണ്. ഇങ്ങനെ നമ്മളെല്ലാ ദുഃഖ ദുരിതങ്ങളെല്ലാം ഏറ്റെടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവൻ ചെയ്യേണ്ട കാരണം അവൻ ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ മനുഷ്യരെ ഉറക്കി കിടത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡ്രഗ്സിലൂടെ മാത്രമല്ല, ഈ വിവിധ വ്യവസായങ്ങളിലൂടെ ആളുകളെ ഇങ്ങനെ മയക്കി ഉറക്കി, മതമായിക്കോട്ടെ, രാഷ്ട്രീയമായിക്കോട്ടെ, മറ്റ് മേഖലകളായിക്കോട്ടെ, സർവ്വമണ്ഡലങ്ങളും അത് കാണാം. അതുകൊണ്ടാണ് ഈ മുഖ്യധാരയില് ഈ പറയുന്ന മറ്റ് ഈ അഴിമതി ഇങ്ങനെ വിചാരിച്ച് നടക്കുന്നത്. എന്താ പറയാ, ആർക്കെങ്കിലും സമാധാനമുണ്ടോ ലോകത്ത്? എവിടെയെങ്കിലും ബഹുഭൂരിപക്ഷത്തിനും ലോകത്ത് സമാധാനമില്ല. ബഹുഭൂരിപക്ഷം മനുഷ്യർക്കും രാവിലെ എഴുന്നേറ്റ് അവൻ കിടന്നുറങ്ങണ വരെ അവൻ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റില്ല. അതാണ് നിലനിൽക്കുന്ന ഒരു അവസ്ഥ. അതിൽ നിന്നൊരു വിടുതൽ വേണമെങ്കിൽ അവനവനെ കണ്ടെത്തുക, അവന് വേണ്ടി സമയം കൊടുക്കുക. ഇതിൽ നിന്നൊക്കെ പതുക്കെ മാറുക. പത്രം വായിക്കുന്നതാണെങ്കിൽ പത്രം പതുക്കെ വായിക്കാതിരിക്കുക. പുസ്തകങ്ങൾ വായിക്കുന്നതിനാണെങ്കിൽ കുറച്ച് വായിക്കുക, കുറച്ച് കൊടുക്കുക. അങ്ങനെ പതുക്കെ നമ്മളെ അറിയാനും ശരിയായ ഉണ്മയെ തിരിച്ചറിയാനും നമ്മുടെ അതൊക്കെ അറിയാനായിട്ട് അങ്ങനെ ശ്രമം തുടങ്ങുക. അപ്പൊ പതുക്കെ ചില നോളജുകൾ വരും. അതാണ് തീർച്ചയായിട്ടും അത് തന്നെ ഈ പറഞ്ഞതുപോലെയാണ്. വളരെ സാവകാശം പത്രം വായിക്കുന്ന ആളാണെങ്കിൽ പത്രം ഒരു പേജ് വായിക്കേണ്ടെന്ന് തീരുമാനിക്കുക. അങ്ങനെ കുറച്ച് ഈ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് മാറി നമ്മളുമായിട്ട് കണക്റ്റ് ആകുക. ഈ എല്ലാ അറ്റാച്ച്മെൻറ്റ്സും നമുക്ക് ഈ സ്പെയർ ടൈം കാണാത്തതുകൊണ്ടാണ്. ഈ സ്പെയർ ടൈമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത്. ഒരു വ്യക്തിയെ വ്യക്തിയാക്കുന്നത് ഈ സ്വകാര്യ സമയമാണ്. ഈ സ്വകാര്യ സമയത്തിലൂടെ മാത്രമാണ് ആ വ്യക്തിയുടെ സർവ്വ കാര്യങ്ങൾക്കും വിശകലനം ചെയ്യുകയും അവിടെ എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും വേണ്ടെന്നും ഒക്കെ കാണിച്ചു കൊടുക്കുന്ന ആ വ്യക്തിക്ക് തന്നെ കാണിച്ചു കൊടുക്കുന്നത് ഈ സ്വകാര്യ സമയമാണ്. ഈ സമയത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും സത്യസന്ധത വേണം. ഒരാളോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തിയോട് നുണ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്വകാര്യ സമയം കിട്ടത്തില്ല. കാരണം ഈ സ്വകാര്യ സമയത്തിലോട്ട് തിരിയുമ്പോൾ ഈ നുണയായിരിക്കും പൊന്തി വരുന്നത്. ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വകാര്യ സമയത്ത് ഈ പറ്റിച്ച പ്രവൃത്തിയായിരിക്കും പൊന്തി വരുന്നത്. ഇത് നമുക്ക് ഒരു വല്ലാത്തൊരു ലൂപ്പായിട്ട് മാറും. ഒരു കാരണവശാലും നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല, ഒരു കാരണവശാലും പറ്റത്തില്ല. അപ്പോൾ ഈ സ്വകാര്യ സമയം എന്ന് പറയുന്നത് കൈവരിക്കണമെന്നുണ്ടെങ്കിൽ, കാരണം സ്വകാര്യ സമയം കൈവരിച്ചില്ലെങ്കിൽ നമുക്ക് എന്തു പറ്റും? നമുക്കറിയാതെ നമ്മുടെ ഈ സ്വകാര്യ സമയത്തിൻ്റെ സ്ഥാനത്തൂടെ നമുക്കുള്ള പ്രശ്നങ്ങൾ, രോഗങ്ങളും പ്രതിസന്ധികളും അപകടങ്ങളും വന്നുകൊണ്ടേയിരിക്കും. ഈ സ്വകാര്യ സമയത്തെ വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അവിടെ കൂടി നമുക്ക് വരാവുന്നത് എന്താണ്? കുറേ രോഗങ്ങളും പ്രശ്നങ്ങളും ദുർസ്വപ്നങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം വരും. നമ്മളെ അലട്ടുന്ന കാര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. ഇത് വളരെ ലളിതമാണ്. ഇവിടെ നമ്മൾ ഈ ലളിതമായിട്ടുള്ള ഈ ഭാഗത്തെ ഇതിലോട്ട് നമ്മൾ എത്തിക്കുന്നതിന് പകരം വളരെ സങ്കീർണമായിട്ടുള്ള വിശ്വാസ പ്രമാണങ്ങളും സങ്കീർണമായിട്ടുള്ള കടപ്പാടുകളും നമ്മൾക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുക. പണ്ട് കാലത്തൊന്നും ബാങ്കുകാർ എല്ലാവർക്കും ലിബറലായിട്ട് ലോൺ കൊടുക്കത്തില്ലായിരുന്നു. ഈ ലോൺ അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരുടെ വിചാരം എന്താണ്? നമുക്ക് ലോൺ വളരെ പെട്ടെന്ന് കിട്ടും. മറ്റേ ലോൺ കൊടുക്കത്തില്ല ആർക്കും, മനസ്സിലായ? ലോൺ കൊടുക്കുന്നത് വളരെ ശേഷിയും പിടിപ്പുള്ള ആൾക്കാർക്കൊക്കെയാണ് ലോൺ കൊടുക്കുന്നത്. പക്ഷെ ലോൺ കിട്ടാതെ, ഒരു ലോണും ഇല്ലാതെ
നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ്. ഈ ലോൺ കിട്ടിയപ്പോൾ എന്ത് പറ്റി? ഈ ലോൺ എടുത്ത ആൾക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോഴെന്ത് സംഭവിച്ചു? ഇവൻ്റെ ഉത്തരവാദിത്തം അങ്ങോട്ട് വർദ്ധിച്ചു, ഇവൻ്റെ ക്ഷീണം കൂടി, ഇവനെപ്പോഴും രാജ്യത്തിന് കടപ്പെട്ടവനായി തീർന്നു. ഒരു ലോക്ക് വന്നു. അതെ, പറയൂ. അപ്പം ഈ ലോണാണ് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ പലരും പരോപകാരം, നമുക്ക് വേണ്ടി ഒരു പരോപകാരം ചെയ്തു. ഇതൊരു ലോണാണ്. നമ്മളെ വന്ന് സഹായിച്ചു. ഈ സഹായം എന്തിനാണ്? ഇവൻ പ്രത്യുപകാരം ഓർത്താണ് ഈ സഹായിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വൻ ഭാരമായിട്ട് മാറുകയാണ്, വൻ ദുരന്തമായിട്ട് മാറുകയാണ്. ഇതാണ് വർദ്ധിച്ചു വന്ന് വൻ സങ്കീർണതയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അധ്വാനിച്ച് നമ്മുടെ ലൈഫ് അധ്വാനിച്ചതിൻ്റെ ഫലം, അതിനുശേഷമുള്ള വിശ്രമം, ഇത് വിശ്രമിക്കാൻ നേരമില്ല. കാരണം ലോൺ എടുത്തിരിക്കുകയല്ലേ. ലോൺ തിരിച്ചടക്കണമെന്നുണ്ടെങ്കിൽ ഇവൻ്റെ ഡെയിലി ലൈഫിന് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്തോട്ടാണ് ഇവൻ ലോൺ എടുത്തിട്ട് കൊണ്ടുവന്നത്. നോക്കണേ, ഇവൻ്റെ സമയം എങ്ങനെയായി? ഇവൻ്റെ സമയം ഫുൾ ഓക്യുപ്പൈഡായി. കാരണം മറ്റേതെന്താണ്? അന്നന്ന് വേണ്ടിയിട്ടുള്ള ആഹാരത്തിന് വേണ്ടിയിട്ട് അധ്വാനിച്ചാൽ മതി. ഇത് അതുപോരാ, ഇവൻ ഡബിൾ അധ്വാനിക്കണം. കാരണം ലോൺ തിരിച്ചടക്കണ്ടേ. അപ്പോൾ അതിനിടയിൽ ഒരു അസുഖം വന്നാൽ തീർന്ന്, ലോൺ മുടങ്ങി. മനസ്സിലായോ? അവിടെ ഇൻസ്റ്റാൾമെൻറ്റ് മുടങ്ങി. പിന്നെ ഇവൻ ദുഃഖത്തിലായി. അപ്പോൾ ഇവിടെ ഒരു നമ്മളെ ആകർഷിപ്പിക്കുന്ന തങ്കക്കടലാസുകൾ ഉണ്ടാക്കി നമ്മുടെ മുമ്പിലൂടെ നീട്ടുകയാണ്. വാഗ്ദാനങ്ങളുടെ പേരിൽ നമ്മുടെ മുമ്പിൽ വാഗ്ദാനങ്ങളുടെ പേരിൽ പലതും നമ്മുടെ മുന്നിലോട്ട് വരികയാണ്. ഈ സ്വപ്നം തരികയാണ്. നമുക്ക് സ്വപ്നം കാണാൻ പഠിപ്പിക്കുകയാണ്. നമ്മൾ സ്വപ്നം കാണേണ്ടവരല്ല, നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. സ്വപ്നം നമ്മളെ ജീവിക്കാൻ അനുവദിക്കത്തില്ല, ഒരിക്കലും അനുവദിക്കത്തില്ല. സ്വപ്നമല്ല നമ്മളെ ജീവിതം അനുഭവമാണ്. അപ്പോൾ സ്വപ്നം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ. നിങ്ങൾക്ക് മല പോലെ കണ്ടാലേ നിങ്ങൾക്കൊരു കുന്നെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ. മലയും കുന്നും നേടുന്നതല്ല ജീവിതം, നമ്മളായിട്ട് ഇരിക്കുന്നതാണ്. തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? മലയും കുന്നും നേടുന്നതല്ല ജീവിതം, സ്വർഗത്തിൽ പോകുന്നതല്ല ജീവിതം. നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ വൃത്തിയായിട്ട് ഇരിക്കുന്നതാണ് ജീവിതം. അപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ ഇങ്ങനെ നമ്മളിലോട്ട് തന്നോണ്ടിരിക്കുക. ഈ വാഗ്ദാനങ്ങൾ തരുന്നവരുടെ ജീവിതത്തിലോട്ടൊന്ന് എത്തി നോക്കിയാൽ അത് ഇതിലും ദുരന്തമുള്ള ഭാഗത്തായിരിക്കും. ഈ വാഗ്ദാനങ്ങൾ തരുന്നവരുടെ ജീവിതം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തവരാ, ഒരു സംശയം വേണ്ട. അപ്പം നമുക്ക് വാഗ്ദാനമൊന്നുമല്ല വേണ്ടത്, നമുക്ക് നമ്മളുടെ അനുഭവത്തിൻ്റെ ഭാഗമാണ് വേണ്ടത്. ഇത്രയും ഭാഗം നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആഹാ, പക്കാ സിമ്പിളാണ്, സൂപ്പർ സിമ്പിളാണ്. പറയൂ.